ഹായ് ഓൾ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരള PSCയിൽ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചിരുന്നു. ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു എന്നാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത്. അതിനുള്ള കൃത്യമായ ഉത്തരം കേരള PSC യോഗത്തിലൂടെ തീരുമാനമെടുത്ത് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് പ്രകാരം അവസാന ദിവസം നടന്ന കേരള PSC യോഗത്തിലെ തീരുമാനത്തിലെ ഉത്തരവ് ഇങ്ങനെയാണ് പറയുന്നത്. അതായത് 2026 മാർച്ച് 2 തീയതി ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനമാണ്. അത് പ്രകാരം ഉയർന്ന പ്രായപരിധി 27/2/2026 മുതലുള്ള വിജ്ഞാപനങ്ങൾക്ക് ബാധകം. അതായത് PSC നിയമനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധിയിൽ വരുത്തിയ 4 വർഷത്തെ വർധനവ് സർക്കാർ ഉത്തരവ് തീയതി 27/2/2026 മുതൽ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനങ്ങൾക്ക് ബാധകമാകുവാൻ ബഹുമാനപ്പെട്ട കമ്മീഷൻ തീരുമാനിച്ചു. PSC വഴി നേരിട്ട് നിയമനങ്ങൾ നടത്തുന്ന എല്ലാ തസ്തികകളിലും അതാത് വിശേഷാൽ ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ ഇളവ് ലഭിക്കുന്നതാണ്. അതിന്റെ കൃത്യമായ ഉത്തരവിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചട്ടപ്രകാരം ഏതൊക്കെ പോസ്റ്റുകൾക്കാണോ നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്രായപരിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്, അതായത് ചില തസ്തികൾക്ക് 36 ആയിരിക്കും, 36 വയസ്സുള്ള തസ്തികയ്ക്ക് 4 വയസ്സ് കൂടി എക്സ്ട്രാ കിട്ടും. ഇനി 40 വയസ്സായിരുന്നു അതിന്റെ മാക്സിമം പ്രായമെങ്കിൽ അതിന് 4 വർഷം കൂടി 44 വയസ്സായിട്ട് മാറും. ഇനി ഇതിന് താഴേക്ക് മാറിയിട്ട് 35 താഴെ 28, 29, 25 ഒക്കെയാണ് പ്രായപരിധി എങ്കിൽ ആ പ്രായത്തിൽ നിന്നൊക്കെ 4 വയസ്സിന്റെ അല്ലെങ്കിൽ 4 വർഷത്തെ ഇളവ് കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിർദ്ദേശം. അതായത് PSC ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഗവൺമെന്റിന്റെ വിജ്ഞാപനം നോട്ടിഫിക്കേഷനായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ എല്ലാ തസ്തികകളിലും നമ്മുടെ സർക്കാർ ചട്ടത്തിൽ ഓരോ പോസ്റ്റുകൾക്കും പറഞ്ഞിരിക്കുന്ന വിശേഷാൽ പ്രായപരിധിയിൽ 4 വയസ്സിന്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. ടെക്നിക്കൽ PSCയിലും ജനറൽ PSCയിലും ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെ ഉപകാരം നൽകുന്ന ഒരു കാര്യമാണ്. പലരുടെയും ഏജ് ഓവർ ആകുമെന്നൊക്കെ കരുതി ടെൻഷൻ ഉള്ളവർക്ക് കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്. എന്ന് കരുതി ഉഴപ്പരുത്. നന്നായിട്ട് പഠിക്കാൻ തന്നെയാണ് ഈ ഭാഷയിൽ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ജോലിക്ക് കയറുക. സർവീസ് ഉള്ളിടത്തോളം കാലം നമുക്ക് പ്രൊമോഷൻ സ്കോപ്പുകളും കൂടും. അപ്പോൾ മറക്കണ്ട, നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് 27/2/2026 ശേഷം, അതായത് 27/2/2026 ശേഷം വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും അല്ലെങ്കിൽ വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനിലും ഈ ഒരു പ്രായപരിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു ആനുകൂല്യം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. നിങ്ങളെ തേടി നല്ല അവസരങ്ങൾ ഇനിയും കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.